എല്ലാവർക്കും നമസ്കാരം. ഇന്നും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാണ് നോക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യത്തെ സെൻറ്റൻസ് ഇതാണ്: ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഏക മാർഗം ഇതാണ്. ഏക മാർഗം അല്ലെങ്കിൽ ഏക വഴി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒൺലി വേ എന്ന് പറയാം. സോ ദിസ് ഈസ് ദി ഒൺലി വേ എന്ന് പറഞ്ഞാൽ ഇതാണ് ഏക മാർഗം എന്നാണ് മീനിങ്. ഇനി ഈ പ്രശ്നം പരിഹരിക്കാൻ എന്നെങ്ങനെ പറയും? To solve this problem. This is the only way to solve this problem. പറഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഏക മാർഗം ഇതാണ് എന്നാണ് മീനിങ്. ഇനി ഇത് തന്നെ നമുക്കൊരു ചോദ്യമായിട്ട് ചോദിക്കണം. അതായത് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഏക മാർഗം ഇതാണോ? അതെങ്ങനെ ചോദിക്കും? അതിന് ഓക്സിലറി വെർബായ ഈസ് ഫ്രണ്ടിലോട്ടാക്കിയാൽ മതി. സോ ഈസ് ദിസ് ദി ഓൺലി വേ ടു സോൾവ് ദിസ് പ്രോബ്ലം എന്ന് ചോദിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഏക മാർഗം ഇതാണോ എന്നാണ് മീനിങ്. ഇനി അടുത്തത്, ഇപ്പം നമ്മൾ ഒരാളെ കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ട് പക്ഷെ കണ്ടിട്ടില്ല. അപ്പം ആദ്യമായിട്ട് കാണുമ്പോൾ നമ്മൾ പറയത്തില്ലേ, ഞാൻ നിങ്ങളെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് പറയുന്നത്? കേട്ടിട്ടുണ്ട് എന്ന് പറയേണ്ടപ്പം അവിടെ ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഇവിടെ ഞാൻ കേട്ടിട്ടുണ്ട് എന്നാണ് പറയേണ്ടത് അല്ലേ? അപ്പം ഞാൻ എന്നുള്ളത് അതിൻ്റെ കൂടെ എപ്പോഴും ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ കേൾക്കുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് ഹിയർ ആണ്. അപ്പോൾ അതിൻ്റെ V3 ഫോം ഹേർഡ് എന്ന് വരും. അപ്പോൾ എങ്ങനെ പറയും? ഐ ഹാവ് ഹേർഡ് എ ലോട്ട് അബൌട്ട് യു. എ ലോട്ട് അബൌട്ട് യു എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് ഒരുപാട് എന്നുള്ള മീനിങ് ആണ്. സോ ഐ ഹാവ് ഹേർഡ് എ ലോട്ട് അബൌട്ട് യു എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നാണ് മീനിങ്. ഇനി നമുക്ക് ഇങ്ങനെ പറയണം: ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല. നമുക്കറിയാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയേണ്ടപ്പം ഹാവ് പ്ലസ് V3 ഫോം യൂസ് ചെയ്യുക. പക്ഷേ ഇവിടെ നമുക്ക് അതിൻ്റെ നെഗറ്റീവാണ് പറയേണ്ടത്, പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് വരും? ഹാവ് നോട്ട് പ്ലസ് V3 ഫോം വരും. അതെങ്ങനെ പറയും? ഐ ഹാവൻറ്റ്. പറയുക എന്നുള്ളത് ടെല്ലാണ്. അപ്പോൾ അതിൻ്റെ പാസ്റ്റ് ടെൻസ് ടോൾഡ് വരും. അപ്പോൾ ഐ ഹാവൻറ്റ് ടോൾഡ് ദിസ് ടു എനിവൺ എന്ന് പറഞ്ഞാൽ ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല എന്നാണ് മീനിങ്. ടു എനിവൺ എന്ന് പറഞ്ഞാൽ ആരോടും എന്നുള്ള മീനിങ് ആണ്. ഐ ഹാവൻറ്റ് ടോൾഡ് ദിസ് ടു എനിവൺ. ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ചോദിക്കണം, ഇതാരുടെ നമ്പറാണ്? ആരുടെ എന്ന് ചോദിക്കാൻ ഹൂസ് ആണ്. അപ്പോൾ ഹൂസ് നമ്പർ ഈസ് ദിസ് എന്ന് ചോദിച്ചാൽ ഇത് ആരുടെ നമ്പറാണ് എന്നാണ് മീനിങ്. ഹൂസ് നമ്പർ ഈസ് ദിസ്. ഇത് ആരുടെ നമ്പറാണ്? ഇനി നമ്മൾ ആരെങ്കിലും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കട്ടായി പോവാം വോയിസ്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ പറയത്തില്ലേ, നിന്റെ ശബ്ദം ശരിക്കും കേൾക്കുന്നില്ല, കട്ടായി പോവാണ് എന്ന് പറയത്തില്ലേ? അതിന് യൂസ് ചെയ്യുന്ന ഫ്രേസാണ് യു ആർ ബ്രേക്കിംഗ് അപ്പ്. യു ആർ ബ്രേക്കിംഗ് അപ്പ് എന്ന് പറഞ്ഞാൽ നിന്റെ ശബ്ദം എനിക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ള മീനിങ് ആണ്. യു ആർ ബ്രേക്കിംഗ് അപ്പ്. പിന്നെ നമ്മൾ പറയത്തില്ലേ, ഞാനിത് ചെയ്യാൻ പോകുന്നില്ല. അതെങ്ങനെ പറയും? ഞാൻ പോകുന്നില്ല എന്നെങ്ങനെയാണ് പറയുന്നത്? ഐ ആം നോട്ട് ഗോയിങ്. അപ്പോൾ ഞാനത് ചെയ്യാൻ പോകുന്നില്ല എന്നെങ്ങനെ പറയും? അത് ചെയ്യാൻ എന്ന് പറയാം ടു ഡു ദാറ്റ്. സോ ഐ ആം നോട്ട് ഗോയിങ് ടു ഡു ദാറ്റ് എന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്യാൻ പോകുന്നില്ല എന്നാണ് മീനിങ്. ഐ ആം നോട്ട് ഗോയിങ് ടു ഡു ദാറ്റ്. ഇനി അതേപോലെ തന്നെ ഇതെങ്ങനെ പറയും? ഞാൻ എവിടെയും പോകുന്നില്ല അല്ലെങ്കിൽ ഞാനെങ്ങും പോകുന്നില്ല. അതെങ്ങനെ പറയും? ഐ ആം നോട്ട് ഗോയിങ് എനിവേർ. എങ്ങും എന്ന് പറയാൻ എനിവേർ എന്നാണ് പറയുന്നത്. സോ ഐ എം നോട്ട് ഗോയിങ് എനിവേർ എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങും പോകുന്നില്ല എന്നാണ് മീനിങ്. ഐ എം നോട്ട് ഗോയിങ് എനിവേർ. ഇനി അടുത്തത്, ഇതാണ് എനിക്ക് വേണ്ടത് അല്ലെങ്കിൽ ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയണം. അതെങ്ങനെ പറയും? ദിസ് ഈസ് വാട്ട് ഐ വോണ്ട്. ദിസ് ഈസ് വാട്ട് ഐ വോണ്ട്. വാട്ട് ഐ വോണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടത് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള മീനിങ് ആണ്. സോ ദിസ് ഈസ് വാട്ട് ഐ വോണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് എനിക്ക് വേണ്ടത് എന്നുള്ള മീനിങ് ആണ്. ഇനി ഇതാണ് എനിക്ക് വേണ്ടിയിരുന്നത് എന്ന് പറയണമെങ്കിലോ വോണ്ടിൻ്റെ പാസ്റ്റ് ടെൻസ് വരും, wanted. അപ്പോൾ ദിസ് ഈസ് വാട്ട് ഐ വോണ്ടഡ്. ഇതാണ് എനിക്ക് വേണ്ടിയിരുന്നത്. ദിസ് ഈസ് വാട്ട് ഐ വോണ്ടഡ്. നമ്മൾ കുഞ്ഞു കുട്ടികളെയൊക്കെ സമയം നോക്കി, അതായത് ക്ലോക്ക് നോക്കിയിട്ട് സമയം പറയാൻ പഠിപ്പിക്കത്തില്ലേ? അപ്പം ഈ ക്ലോക്ക് നോക്കി സമയം പറയുക എന്ന് പറയുന്നതിന് ടെൽ ദ ടൈം എന്നാണ് പറയുന്നത്. ടെൽ ദ ടൈം. അപ്പോൾ അവൾ സമയം നോക്കി, അതായത് ക്ലോക്ക് നോക്കി സമയം പറയാൻ പഠിക്കുകയാണ് എന്നെങ്ങനെ പറയും? ഷീ ഈസ് ലേണിംഗ് ടു ടെൽ ദ ടൈം. ഷീ ഈസ് ലേണിംഗ് ടു ടെൽ ദ ടൈം. ലേൺ എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നാണ്. സോ ഷീ ഈസ് ലേണിംഗ് ടു ടെൽ ദ ടൈം എന്ന് പറഞ്ഞാൽ അവൾ സമയം നോക്കി പറയാൻ പഠിക്കുകയാണ് എന്നുള്ള മീനിങ് ആണ്. ഷീ ഈസ് ലേണിംഗ് ടു ടെൽ ദ
ടൈം. ഇനി അടുത്തത് നമുക്കൊരു സിനിമ കാണാൻ പോകാം എന്ന് പറയണം. അതെങ്ങനെ പറയും? നമുക്ക് എന്ന് പറയാൻ ലെറ്റ്സ്. സിനിമ കാണാൻ പോവുക എന്ന് പറയുന്നത് ഗോ സി എ മൂവി എന്നാണ്. സോ ലെറ്റ്സ് ഗോ സി എ മൂവി എന്ന് പറഞ്ഞാൽ നമുക്ക് സിനിമ കാണാൻ പോകാം എന്നാണ് മീനിങ്. ലെറ്റ്സ് ഗോ സി എ മൂവി. ഇനി അടുത്തത് എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയണം. അതെങ്ങനെയാണ് പറയുന്നത്? ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കത് ഇഷ്ടമില്ല എന്നാണ് മീനിങ്. ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടം. പക്ഷേ ഇത് തന്നെ നമുക്ക് കുറച്ചും കൂടി പൊളൈറ്റായിട്ട് പറയാൻ വേണ്ടി യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസാണ് ഐ എം നോട്ട് ഇൻ ടു ഇറ്റ്. ഐ എം നോട്ട് ഇൻ ടു ഇറ്റ് എന്ന് പറഞ്ഞാലും എനിക്കത് ഇഷ്ടമില്ല എന്നാണ് മീനിങ്. പക്ഷേ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് എന്നതിനേക്കാളും കുറച്ചും കൂടി പൊളൈറ്റായിട്ട് പറയാൻ നമുക്ക് ഐ എം നോട്ട് ഇൻ ടു ഇറ്റ് എന്ന് പറയാം. ഇനി അടുത്തത് നിനക്കവളെ എത്ര കാലമായി അറിയാം, അല്ലെങ്കിൽ നിനക്കവളെ എത്ര നാളായിട്ട് അറിയാം. അതെങ്ങനെ ചോദിക്കും? ഹൗ ലോങ് ഹാവ് യു നോൺ ഹെർ. ഹൗ ലോങ് ഹാവ് യു നോൺ ഹെർ. ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ എത്ര കാലമായി എന്നുള്ള മീനിങ് ആണ്. സോ ഹൗ ലോങ് ഹാവ് യു നോൺ ഹെർ എന്ന് പറഞ്ഞാൽ നിനക്ക് അവളെ എത്ര നാളായിട്ട് അറിയാം, അല്ലെങ്കിൽ നിനക്ക് അവളെ എത്ര കാലമായിട്ട് അറിയാം എന്നുള്ള മീനിങ് ആണ്. ഇനി ഇതിൻ്റെ റിപ്ലൈ ആയിട്ട് എനിക്കവളെ 10 വർഷമായിട്ട് അറിയാമെന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ ഹാവ് നോൺ ഹെർ ഫോർ 10 years. ഐ ഹാവ് നോൺ ഹെർ ഫോർ 10 years എന്ന് പറഞ്ഞാൽ എനിക്കവളെ 10 വർഷമായിട്ട് അറിയാം എന്നുള്ള മീനിങ് ആണ്. ഇനി എനിക്കവളെ കുട്ടിക്കാലം മുതൽ അറിയാമെന്നാണ് പറയേണ്ടതെങ്കിലോ ഐ ഹാവ് നോൺ ഹെർ സിൻസ് ചൈൽഡ്ഹുഡ്. സിൻസ് ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം മുതൽ എന്നുള്ള മീനിങ് ആണ്. സോ എനിക്കവളെ കുട്ടിക്കാലം മുതൽ അറിയാം എന്ന് പറയാനാണ് ഐ ഹാവ് നോൺ ഹെർ സിൻസ് ചൈൽഡ്ഹുഡ്. ഇനി അടുത്തത് ഞാനും അത് തന്നെ ചെയ്യാൻ ചിന്തിക്കുകയായിരുന്നു എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ വാസ് ഓൾസോ തിങ്കിങ് ഓഫ് ഡൂയിങ് ദ സെയിം. ഐ വാസ് ഓൾസോ തിങ്കിങ് ഓഫ് ഡൂയിങ് ദ സെയിം. ഡൂയിങ് ദ സെയിം എന്ന് പറഞ്ഞാൽ അത് തന്നെ ചെയ്യാൻ എന്നുള്ള മീനിങ് ആണ്. ഐ വാസ് ഓൾസോ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഞാനും ചിന്തിക്കുകയായിരുന്നു എന്നുള്ള മീനിങ് ആണ്. ഐ വാസ് ഓൾസോ തിങ്കിങ് ഓഫ് ഡൂയിങ് ദ സെയിം. ഇനി എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് ആരെങ്കിലും വിഷമിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ നമ്മൾ പറയത്തില്ല അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. ഇതെങ്ങനെ പറയും? വിഷമിക്കുക എന്ന് പറയാൻ വറി എന്ന് പറയാം. സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിഷമിക്കണ്ട എന്നുള്ള മീനിങ് ആണ്. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഇനി ഈ സെയിം തന്നെ നമുക്ക് പറയാൻ ഈ ഒരു ഫ്രേസ് യൂസ് ചെയ്യാം. ഡോണ്ട് സ്വെറ്റ് ഇറ്റ്. ഡോണ്ട് സ്വെറ്റ് ഇറ്റ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട എന്നുള്ള മീനിങ് ആണ്. ഡോണ്ട് സ്വെറ്റ് ഇറ്റ്. ഇനി അടുത്തത് നീ അത് ചെയ്യരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. അതെങ്ങനെ പറയും? സോ നമ്മൾ ഓൾറെഡി കണ്ടു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയേണ്ടപ്പം ഹാവ് ടോൾഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഐ ഹാവ് ടോൾഡ് യു നോട്ട് ടു ഡൂ ദാറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യരുതെന്ന്. ഐ ഹാവ് ടോൾഡ് യു നോട്ട് ടു ഡൂ ദാറ്റ്. നോട്ട് ടു ഡൂ ദാറ്റ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യരുത് എന്നുള്ള മീനിങ് ആണ്. ഇനി നമുക്ക് ചോദിക്കണം, നീ അത് ചെയ്യരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? അതെങ്ങനെ ചോദിക്കും? ഹാവ് ഫ്രണ്ടിലോട്ട് എടുത്താൽ മതി. ഏതൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കണമെങ്കിലും അവിടുത്തെ ഓക്സിലറി വെർബ് ഫ്രണ്ടിലോട്ട് എടുത്താൽ മതി. സോ ഹാവ് ഐ ടോൾഡ് യു നോട്ട് ടു ഡൂ ദാറ്റ് എന്ന് ചോദിച്ചാൽ നീ അത് ചെയ്യരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള മീനിങ് ആണ്. ഇനി നമുക്ക് ഇങ്ങനെ ചോദിക്കണം, നീ അത് ചെയ്യരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ എന്ത് വരും? ഈ സെൻറ്റൻസിൻ്റെ നേരെ നെഗറ്റീവാണ്. അപ്പോൾ ഹാവിന് പകരം എന്ത് യൂസ് ചെയ്യണം? ഹാവൻറ്റ്. അപ്പോൾ ഹാവൻറ്റ് ഐ ടോൾഡ് യു നോട്ട് ടു ഡൂ ദാറ്റ് എന്ന് ചോദിച്ചാൽ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ അത് ചെയ്യരുത് എന്നുള്ള മീനിങ് ആണ്. ഹാവൻറ്റ് ഐ ടോൾഡ് യു നോട്ട് ടു ഡൂ ദാറ്റ്. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ നീ അത് ചെയ്യരുത് എന്നാണ് മീനിങ്. ഇനി അടുത്തത് നമ്മൾ പറയാറില്ലേ എന്നെ നിൻ്റെ പ്രാർത്ഥനയിൽ ഓർക്കുക. അതെങ്ങനെയാണ് പറയുന്നത്? ഓർക്കുക എന്ന് പറയാൻ റിമെമ്പർ എന്നാണ് പറയുന്നത്. സോ റിമെമ്പർ മീ ഇൻ യുവർ പ്രേയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്നെ നിൻ്റെ പ്രാർത്ഥനയിൽ ഓർക്കുക എന്നുള്ള മീനിങ് ആണ്. റിമെമ്പർ മീ ഇൻ യുവർ പ്രേയേഴ്സ്. പ്രേയർ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്നാണ്. ഇനി എന്നെ ഇത് ഓർമ്മിപ്പിക്കുക എന്ന് പറയണം. ഓർമ്മിപ്പിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? റിമൈൻഡ്. സോ റിമൈൻഡ് മീ ദിസ് എന്ന് പറഞ്ഞാൽ എന്നെ ഇത് ഓർമ്മിപ്പിക്കുക എന്നുള്ള മീനിങ് ആണ്. റിമൈൻഡ് മീ ദിസ്. ഇനി അടുത്തത് നീ ഇപ്പോഴും ഉണർന്നിരിക്കുകയാണോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ആർ യു സ്റ്റിൽ അവേക്ക്? ആർ യു സ്റ്റിൽ അവേക്ക്? അവേക്ക് എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുക എന്നുള്ള മീനിങ് ആണ്. സോ ആർ യു സ്റ്റിൽ അവേക്ക് എന്ന് ചോദിച്ചാൽ നീ ഇപ്പോഴും ഉണർന്നിരിക്കുകയാണോ എന്നുള്ള മീനിങ് ആണ്. ആർ യു സ്റ്റിൽ അവേക്ക്?
പിന്നെ നമ്മുടെ പെയിൻ്റൊക്കെ ഭിത്തിയിൽ ഇങ്ങനെ വിട്ട് പോരത്തില്ലേ? സോ അതിന് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഫ്രേസൽ വേർബ് എന്ന് പറയുന്നത് കം ഓഫ് അല്ലെങ്കിൽ പീൽ ഓഫ് എന്നുള്ള ഫ്രേസൽ വേർബാണ്. സോ പെയിൻറ്റ് ഭിത്തിയിൽ നിന്ന് അടർന്നു വീഴുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ദ പെയിൻറ്റ് ഈസ് കമ്മിങ് ഓഫ് ദ വോൾ എന്ന് പറയാം, അല്ലെങ്കിൽ ദ പെയിൻറ്റ് ഈസ് പീലിംഗ് ഓഫ് ദ വോൾ എന്ന് പറയാം. വോൾ എന്ന് പറഞ്ഞാൽ ഭിത്തി എന്നാണ്. സോ ദ പെയിൻറ്റ് ഈസ് കമ്മിങ് ഓഫ് ദ വോൾ അല്ലെങ്കിൽ ദ പെയിൻറ്റ് ഈസ് പീലിംഗ് ഓഫ് ദ വോൾ. സോ നിങ്ങൾ ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കണമെന്ന് അതിയായ ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സെൻറ്റൻസുകളൊക്കെ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ പറഞ്ഞ് തന്നെ പ്രാക്ടീസ് ചെയ്യുക. കാരണം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാതെ നമുക്ക് ഒരു ലാംഗ്വേജിലും ഫ്ലുവൻ്റ് ആകാൻ സാധിക്കില്ല. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.